ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് പറയുന്നത് ഞാനാണെങ്കിലും ഇന്നത്തെ മെയിൻ കണ്ടൻറ്റ് പാത്തു കേട്ടോ. വേറെ ഒന്നുമല്ല, പാത്തുവിന് ഞങ്ങൾ ഒരു ഫോട്ടോഷൂട്ട് പോലെ ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഫ്ലിപ്കാർട്ടിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് അവർ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ രജിസ്റ്ററൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടേക്ക് പോകുക കേട്ടോ. കാക്കനാട് വെച്ചിട്ടായിരുന്നു സംഭവം നടക്കുന്നത്. അപ്പം അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു പാത്തുവിനെ കൊണ്ടുവരുന്ന ദിവസം പാത്തുവിൻ്റെ മേത്ത് ഓർണമെൻറ്റ്സ് ഒന്നും പാടില്ല, കമ്മൽ പോലും പാടില്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഹെയർ നല്ലപോലെ ഷാമ്പു വാഷ് ചെയ്ത് ഡ്രൈ ആക്കി കൊണ്ടുവരണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമ്മൽ നമ്മൾ ഊരിയിട്ടുണ്ടായിരുന്നില്ല. കമ്മൽ പാത്തുവിൻ്റെ ഊരാൻ നിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്കിനും ഭയങ്കര പണിയാണ്. കാരണം പാത്തുവിന് വേദനയും എന്ന് വെച്ചാൽ ഊരാൻ സമ്മതിക്കത്തേ ഇല്ല. അപ്പോൾ അത് കാരണം ബാക്കിയുള്ള ഓർണമെൻറ്റ്സൊക്കെ ഊരി അത് കഴിഞ്ഞിട്ട് മാല അങ്ങനെ ഒരു സംഭവം ഇട്ട് കൊടുത്തിട്ടില്ല. കമ്മൽ മാത്രം ഞങ്ങളവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പറഞ്ഞ സമയത്ത് നമ്മൾ ഉച്ചക്കത്തേക്കായിരുന്നു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയമായപ്പോഴത്തേക്കിനും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇട്ടിരുന്ന ഉടുപ്പ് മാറ്റി അവൾക്ക് വേറൊരു ഉടുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു മണിക്ക് ചെല്ലാനാണ് പറഞ്ഞത്. അപ്പോൾ ചെറിയൊരു ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടിയ കാരണം 1:30 ആയപ്പോഴത്തേക്കും നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാനും ഇക്കാക്കയും മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും വേറെ കുറച്ച് പേരുടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മളൊരു 15 മിനിറ്റ്സോളം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കിനും നമ്മുടെ പേര് വിളിച്ചു കഴിഞ്ഞു. പിന്നെ അവർക്കൊരു രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കെട്ടിക്കഴിഞ്ഞിട്ട് കുറച്ച് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണമായിരുന്നു. കുഞ്ഞിൻ്റെ പേരും പിന്നെ വയസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അകത്തേക്ക് കയറി അവിടെ വീഡിയോ അലൗഡ് അല്ല. അപ്പോൾ അത് കാരണം അവരോട് പെർമിഷൻ ചോദിച്ചിട്ട് കുറച്ച് വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർക്ക് ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ, ഒരു ഡ്രസ്സ്, അപ്പോൾ അത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുഞ്ഞിനെ ഇടിയിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇടിയിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കൊണ്ടുപോയി ഇടിയിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പാത്തുവിനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, മേക്കപ്പ് എന്ന് വെച്ചാൽ വലിയ മേക്കപ്പ് വലിച്ചു വാരിയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്യാമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പാത്തുവിൻ്റെ ലൈഫിൽ ഇതാദ്യമാണ്, എൻ്റെ ലൈഫിൽ ഇതാദ്യമാണ്. കാരണം ഞാനിങ്ങനെ ഒന്നും പോയിട്ടില്ല. പിന്നെ പാത്തുവിന് അങ്ങനെ ഒരു അവസരം വന്നപ്പം വിടാതിരിക്കാൻ മനസ്സ് തോന്നിയതുമില്ല. അതായത് കുഞ്ഞിന് അങ്ങനെ ഒരു അവസരം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതി. അതായത് ഇപ്പോൾ ഒന്നും ഉണ്ടായിട്ടല്ല, വലിയ കാര്യവുമില്ല, പക്ഷെ എന്നാലും ചെറിയൊരു ഒരു അച്ചീവ്മെൻ്റ് എന്നുള്ളതെനിക്ക്, അല്ലെങ്കിൽ കുഞ്ഞ് പോകുന്നെങ്കിൽ പോയിക്കോട്ടെ, നമുക്കൊന്നും ആ ഒരു സമയത്ത് ഇങ്ങനെയൊന്നും എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. അപ്പം ഈ ഒരു അവസരത്തെ അവൾക്ക് കിട്ടുന്നെങ്കിൽ അത് കിട്ടിക്കോട്ടെ എന്ന് കരുതി. അപ്പോൾ അവൾക്ക് ഈ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു അവസരത്തിൽ അവൾ അടങ്ങിയിരുന്നു. ഇങ്ങനെ അടങ്ങിയിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓവറോൾ അവൾ നല്ല കുട്ടിയായിട്ട് അടങ്ങിയൊക്കെ ഇരിക്കുന്നു. പക്ഷേ ഫോട്ടോ എടുക്കുന്ന ടൈം ആയപ്പം മഹാലമ്പായിരുന്നു കേട്ടോ. 2 ഫോട്ടോ എടുത്ത് പിന്നെ ചോക്ലേറ്റൊക്കെ മേടിച്ച് കൊടുത്തിട്ടാണ് 4-ാമത്തെയൊക്കെ ഫോട്ടോ എടുത്തത്. പിന്നെ ഏറ്റവും അവസാനം അവരൊരു അച്ചീവ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് തന്നു. പിന്നെ 1 വർഷത്തോളം ഇപ്പോൾ അവർക്ക് ഫ്രീ ആണ്. അപ്പോൾ അതിനകത്ത് ഫാഷൻ ഷോ ഒക്കെ വരും. അപ്പോൾ അതിനകത്തൊക്കെ പങ്കെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.